ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീടുകളിലൊക്കെ കാലിയായിട്ടിരിക്കുന്ന കംഫർട്ടിൻ്റെ ബോട്ടിൽ കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റർ ഐഡിയ ആണ്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ കാലിയായ കുറച്ച് കംഫർട്ടിൻ്റെ ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയൊരു ബോട്ടിലിൻ്റെ ടോപ്പ് നമുക്ക് ആവശ്യമില്ല, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മേലെയുള്ള ഈ കവറൊന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കളയേണ്ടതുണ്ട്. അപ്പോൾ അത് കത്തി കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരിഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ആ ബോട്ടിലിൻ്റെ കവറൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബോട്ടിലുകളും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ട് വരിഞ്ഞെടുത്താൽ പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്താൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പുകളൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാൻ ആ ബോട്ടിലിൻ്റെ കവറുകളും അതുപോലെ ടോപ്പുകളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിൽ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതും കത്തി വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം കട്ടാക്കി ചെയ്തിട്ടില്ല. ഇനി ഈ ഭാഗവും നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത്. ഇനി ബാക്കിയുള്ള ബോട്ടിലുകളും ഈ ഒരു ഷേപ്പിൽ മാറ്റിയെടുക്കാം. പിന്നെ ഇത് കത്തി കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ബോട്ടിലുകളും ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇനിയൊരു ബോട്ടിലുകൾ എല്ലാതും പെയിൻ്റ് അടിച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഇത് പെയിൻ്റ് അടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇനാമൽ പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫാബ്രിക് പെയിൻറ്റ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഇത് വെള്ളം തട്ടുമ്പോൾ മാഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനാമൽ പെയിൻ്റ് ആണെങ്കിൽ വെള്ളം തട്ടിയാലൊരു പ്രോബ്ലവും വരുന്നതല്ല. അപ്പോൾ പല പല കളറുകൾ ഉപയോഗിച്ച് ഇതിന് പെയിൻ്റ് അടിച്ച് കൊടുത്താൽ ഒരു നല്ല കളർഫുള്ളായിട്ട് നമുക്ക് കിട്ടിക്കോളും. ഇപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു പ്ലാന്റർ നമുക്ക് രണ്ട് രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന് ഇതുപോലെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഒന്ന് ഇതുപോലെ വളച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ വളച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വെർട്ടിക്കൽ പ്ലാന്റർ പോലെയും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൽ നമുക്ക് പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ വെള്ളത്തിലാണ് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വേണമെങ്കിൽ പോട്ടി മിക്സ് ഇട്ടിട്ട് അങ്ങനെയും പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ്.
അപ്പോൾ ആ പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇങ്ങനെ ഓരോന്നും വേറെ വേറെ പെയിൻ്റ് അടിച്ച് കൊടുത്തപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതൊക്കെ കാണാൻ. പിന്നെ സ്പൈഡർ പ്ലാന്റ് ആയപ്പോൾ കുറച്ചുകൂടി ഭംഗി കിട്ടുന്നുണ്ട് അതിന്. പിന്നെ ഈ ഒരു ബോട്ടിൽ പെയിൻ്റ് അടിച്ച് കൊടുക്കണം എന്നൊന്നും നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാനും അതുപോലെ എൻ്റെ കയ്യിൽ പെയിൻ്റൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പെയിൻ്റൊക്കെ അടിച്ച് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ആ കവർ റിമൂവ് ചെയ്തിട്ട് അതിൽ നേരിട്ട് പ്ലാന്റ്സ് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.